ഒരു നല്ല നടപ്പിന് ഉടമ 3-4 കിലോമീറ്റർ എത്താൻ നിമിഷ നേരങ്ങൾ മതി. നടത്തം പോലെ തന്നെ സംസാരിക്കാനും ആവേശം. ആരെ കണ്ടാലും ആശാനെ ആശാനെ എന്ന് വിളിച്ച് അഭിസംബോധന. 76-ാം വയസ്സിലും നല്ല ചുറുചുറുക്കോടെ. മികച്ച ഒരു കൃഷിക്കാരനാണ്. വാ തോരാത്ത സംസാരം. അച്ഛനെ എങ്ങോട്ടാ നടന്നു പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് എത്ര ദൂരം വെക്കും? ആ അപ്പൊ അങ്ങനെ നീട്ടി വെച്ചാ ഇപ്പൊ 1 കിലോമീറ്റർ എത്ര സെക്കൻഡ് കൊണ്ട് കയറും? 5 മിനിറ്റൊന്നും വേണ്ടല്ല. 5 മിനിറ്റൊന്നും വേണ്ട പോകല്ല. അല്ല 1 കിലോമീറ്റർ കയറ്റൊക്കെയാണെങ്കിൽ 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് പോരെ? പണ്ട് നമ്മൾ അങ്ങനെ പോവായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ടല്ലേ? ആ ഇപ്പൊ ഇങ്ങനെ ഒരു നടക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ പണ്ട് നമുക്ക് ബസ്സോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോ അല്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ വെച്ച് നടന്നു സ്കൂളിൽ പഠിക്കാൻ വന്നുകൊണ്ട് അവിടുന്ന് ആ മൊത്തം കഴിഞ്ഞാൽ അവിടുന്ന് 2 കിലോമീറ്റർ താഴെ നിന്ന് ഇവിടെ സ്കൂളിൽ പഠിക്കാൻ വന്ന് കഴിക്കുള്ളൂ. അതുവരെ ഇപ്പൊ വീട് എവിടെയാണ്? എന്റെ വീട് മൊസ്കോയില്ല. മൊസ്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ലിക്കലിന് പോകുന്ന വഴിക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മോസ്കോയിലാണ്. പണ്ട് നമ്മള് കോലാനി തോട്ടത്തിലാണ് താമസിക്കുന്നത്. മൊസ്കോ തന്നെയായിരുന്നു. അല്ല നമ്മള് കൃഷിയുടെ ബന്ധപ്പെട്ടല്ലേ? അതെ അത് ഞാൻ മുന്നിൽ പഞ്ചായത്തുകാരന് 7-ാം വാർഡിലെ ആളുവാ. ഇപ്പൊ കോലാനി തോട്ടത്തില് നമ്മള് പണിതുകൊണ്ടിരിക്കുമ്പോഴേ പണ്ടത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. ഇപ്പൊ ഇവിടെ പുലിയൊക്കെ ഇറങ്ങിയോണ്ട് പറയുന്നുണ്ട്. അതെ പുലിയുണ്ടെന്ന് പറഞ്ഞാല് പക്ഷെ ഇപ്പൊ തന്നെയല്ല ഈ എന്താണ് നമുക്ക് കടുവ പുലിയോ അങ്ങനെ കറുത്ത മറ്റേ പട്ടിയപ്പോൾ തന്നെ ആയിരിക്കുന്നത്. അങ്ങനെ വടിയൊക്കെ ഉണ്ട്. പട്ടിക്കടുവ അത് ഭയങ്കര വലിപ്പമുണ്ട്. ഇത്രയും വലിപ്പമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മള് ഒന്നും കാണിക്കില്ല, ആരെ ഒന്നും കാണിക്കില്ല. അത് മനുഷ്യർ ഉപദ്രവിക്കില്ല, പക്ഷെ പട്ടിയെ പിടിക്കും. പട്ടിയും പൂച്ചയൊക്കെ ഉടിയില്ലെന്നാ പറയാ. പിന്നെ അത് പട്ടിയും പൂച്ചും തീർന്നു കഴിയുമ്പോൾ മനുഷ്യനും പിടിക്കുമെന്ന് പറയാൻ പറ്റിയില്ല. ബസ്സിന് കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമുക്കാരും ചെറുതിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ ഇത്രയും വലിപ്പൊക്കെ നമ്മളവിടെ കണ്ടു. ഇച്ചും പൊക്കം ഈ വലിപ്പൊക്കെ. പക്ഷെ ഈ സംഭവം ചെറുതാണെങ്കിൽ അപ്പൊ അങ്ങനെ അതിന്റെ വലിയത് ഉണ്ടാവും. വലുത് കാണും പള്ള വഴി. മറ്റേ പട്ടിക്കടുവ ഇത്തിരി നോളെ വാലുള്ള ഈ സാധനം. ബാക്കി പട്ടിക നിറം തന്നെ അതുപോലെ വരി വെക്കണം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒറ്റ നോട്ടം ചിലപ്പോ കടുവയെ പുലിയെന്നൊക്കെ തോന്നും. അതിന്റെ വലിപ്പം കണ്ട് അതുപോലെ പിടിപ്പാക്കാനുള്ള സാധനമുണ്ട്. അത് ഇത്രയും നല്ല കാണും വാല്. പക്ഷെ ഇത്രയും വലിപ്പമുണ്ട്. ഈ പൊക്കമൊക്കെ ഉണ്ട്. അതിങ്ങനെ പള്ള വഴിഞ്ഞ വരുന്ന കഴിഞ്ഞാൽ നമ്മൾ ആ പ്രദേശത്തിന് പോവില്ല. ഇത്രയും വലിപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് സാധനം. ഇതിന് വീഡിയോയിലെ ക്യാമറയിൽ ഭയങ്കര സ്പീഡാണ് സാധനം പോകും അല്ലേ? ഇല്ല പോവില്ല. നമ്മളൊക്കെ പറമ്പടി ഓരോ പണി ചെയ്യുമ്പോ പറമ്പുകളെ നമ്മളൊന്നും കാണിക്കില്ല. അത് ആദ്യം പറഞ്ഞത് പുലിപ്പാക്കാന്ന് പറഞ്ഞാൽ പുലിപ്പാക്കാൻ ഓക്കെ. ആദ്യം പറഞ്ഞത് ഈ അത് ഭയങ്കര സ്പീഡാ. അത് വേഗത്തിൽ ഓടും. പട്ടിയപ്പോലെ തന്നെ ആയിരിക്കും. വാണം പോലെ ഓടും. അതിനെ പിടിക്കാൻ പറ്റും. പുലിയെ കാണാൻ പറ്റും, പുലിപ്പാക്കനെ കാണാൻ പറ്റും. നമ്മളിതുപോലെ വള്ളം തള്ളി വരുന്ന നമ്മളാ പ്രദേശത്തൊന്നും പോകില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമുണ്ട്. പുലിയുടെ തനി ഷേപ്പാ. വാല് വന്നിടത്തിന് നോളോളം മാത്രമേ പുലിപ്പാക്കാൻ. മറ്റാർക്കും കൈ തരുമെന്ന് പറയും. 50 കിലോമീറ്റർ 20 കിലോമീറ്റർ 50 കിലോമീറ്റർ നടപ്പോ ഓട്ടോ ആണെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 4 ദിവസം മുമ്പേ പറയണം. പറഞ്ഞെങ്കിൽ നമ്മൾ ഓടാൻ റെഡിയാണ്. നടപ്പിനെ പറ്റി മനുഷ്യന് വ്യായാമം ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാം. നടക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഞാൻ ഈ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ കാലിച്ച് മുള്ളു കൊണ്ടുകൊണ്ടാണ് ഞാൻ ചെരുപ്പിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പിടിയില്ല. ചെരുപ്പിടാതെ നടക്കണമെന്നുള്ള. അതെ ഞാനിപ്പോ 76 വയസ്സായുള്ളൂ. കൂടുതൽ വയസ്സെന്ന് പറഞ്ഞാൽ ഈ 76 വയസ്സിന്റെ ഇടക്ക് 3 അസുഖം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുത്തിവെച്ചപ്പോൾ പടുത്ത് അങ്ങനെ പിന്നെ ഒരു കോവിഡും ഇതും പിടിച്ചു. കോവിഡല്ല പറ്റിയ ഈ ചുക്കുംകുനിയും പിടിച്ചു. പിന്നെ അസുഖം പിടിച്ചിട്ടുണ്ട് ഇത്രയും കാലത്തിന്റെ ഇടക്ക്. അപ്പം നമ്മുടെ നടപ്പ് നമ്മുടെ ആരോഗ്യം രക്ഷിക്കും. അതെ നമ്മൾ ഈ മണ്ണുമായിട്ട് ബന്ധമില്ല. ഈ കാഞ്ഞിട്ട് പരിക്കായ കൊണ്ടാണ് ഞാൻ ഈ ചെരുപ്പിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പിടിയില്ല. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നടക്കണം. ഇപ്പൊ നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കുന്നതിന് കാരണം അന്നത്തെ നടപ്പാ. ഇന്നത്തെ നടപ്പാ. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അടക്കം കുളിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് കിടക്കാൻ നേരത്തെ മാത്രമേ ചെരുപ്പൂരി വെക്കുള്ളൂ. കുളി കഴിഞ്ഞു വൈകിട്ട്. അല്ലാതെ നമ്മൾ ചെരുപ്പിടിയില്ലായിരുന്നു. ഈ കാലിന് അവിടെ മുള്ളു കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചെരുപ്പിടുന്നത്. അല്ലെങ്കിൽ ചെരുപ്പിടിയില്ല. നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്ന ചെരുപ്പില്ലാതെ നടക്കുന്ന ചെരുപ്പിടാതെ നടന്നു കഴിഞ്ഞാൽ ഒരു രോഗം പിടിക്കില്ല. പേര് പറയോ? ഈശ്വരൻ കുഞ്ഞു മേലാവുന്ന ഒഫീഷ്യൽ നെയിം ജോർജ് വർഗീസ് താഴത്തേലെന്ന് പറയും. മോസ്കോ എവിടെയൊക്കെ ഉള്ളത്? ഒന്ന് ചങ്ങനാശ്ശേരി, പിന്നെ ആലപ്പുഴയിൽ ഒരു മോസ്കോ, പിന്നെ 2 പിന്നെ ഇവിടെ പാലക്കാട് മംഗൾനാമിന്റെ തൊട്ടപ്പുറത്ത് കരിങ്കൽ സ്ഥലമുണ്ട്. അവിടെ ഒരു മോസ്കോ ഉണ്ട്. 3 ഇവിടുത്തെ മോസ്കോ ഉണ്ട്. ഇവിടുത്തെ മോസ്കോ നമ്മുടെ സ്വന്തം. പിന്നെ 5 റഷ്യയിലെ മോസ്കോ. അതെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈശ്വരൻ കുഞ്ഞ് മോസ്കോ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അപ്പം കൃഷി വകുപ്പ് പരിപാടി ഈശ്വരൻ കുഞ്ഞ് മോസ്കോ എന്ന്